നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടതാട്ടോ. ഒരു നല്ലൊരു ക്രീമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന്റെ മെയിൻ ബെനിഫിറ്റുകൾ മുഖക്കുരു പാടുകളുള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കറുത്തിട്ടുള്ള മുഖക്കുരു പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന നിറച്ച് മാർക്കുകളുള്ളവർ എല്ലാവർക്കും ഇത് നന്നായിട്ട് വർക്കാവും. ഒരു 10 ഡേയ്സിൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, സ്കിന്ന് നല്ലോണം ഗ്ലോയിങ് ആവും. അതായത് നമ്മുടെ സ്കിന്നിന് ടെക്സ്ചേർഡ് സ്കിന്നൊക്കെ ആയിട്ട് ആ ഒരു സ്കിന്നിന്റെ ടെക്സ്ചറൊക്കെ ബാരിയർ നല്ലോണം കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുന്നവർ, ഡാമേജ് ആയിരിക്കുന്നവർക്കൊക്കെ അതൊക്കെ നല്ല സ്മൂത്ത് ആയി നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആവും. അതേപോലെ തന്നെ മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്, ഈ ഒരു ക്രീം നല്ല ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളതാണ്. അതായത് നല്ല ആന്റി ഏജിങ് ക്രീമായിട്ടും കൂടി ഇത് വർക്കാവും. നമ്മുടെ സ്കിന്ന് കുറേയും കൂടി ചെറുപ്പാക്കി വെക്കാനും കൂടി സഹായിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒപ്പം തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. നല്ല ഇഫക്റ്റീവ് ആണ്. മിക്കവരുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത്. നമ്മുടെ ടോട്ടൽ നമുക്കിതൊരു നല്ല മോയ്സ്ചറൈസിങ് ക്രീമായിട്ടും അതുപോലെ തന്നെ നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീമായിട്ടും ഒക്കെ വർക്ക് ആവുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പിന്നെ മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും സ്കിന്ന്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉള്ള ഇഷ്യൂസിനെയൊക്കെ നല്ല രീതിക്ക് തന്നെ മാറ്റും. അപ്പോൾ ഒരു സ്കിൻ റിപ്പയർ ക്രീമായിട്ടും നമുക്കിത് ഈ വർക്കാവും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം. ഇതിനായിട്ട് ഒരു 8 ആൽമണ്ട്സ് ഞാൻ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം ഇപ്പോൾ സോക്ക് ചെയ്യാൻ നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, കുറച്ച് നല്ല ചൂടുവെള്ളം ഈ ഒരു ആൽമണ്ട്സ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ സ്കിന്നിന് പീൽ ചെയ്യാൻ പറ്റും. ആൽമണ്ട്സ് നമുക്കറിയാം നല്ലൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമുള്ളതാണ്. വിറ്റമിൻ ഇ റിച്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ മുഖക്കുരുവിന്റെ പാടുകൾ മാറ്റി നല്ലോണം സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആക്കാനും ഒരു പരിധി വരെ നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് അത്രയും അധികമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതാണ്. അപ്പൊ ഇത് നമ്മൾ ഒരു 8 എണ്ണം മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ സ്കിന്നൊന്ന് അതിന്റെ പീൽ ചെയ്തെടുക്കാം. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് അറിയോ? അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. അപ്പൊ ഞാനിവിടെ റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഓട്സ് ഇല്ലേ, അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഓട്സിന്റെ മിൽക്കാണ് നമ്മളിവിടെ എടുക്കാൻ പോണത്. അപ്പോൾ ഓട്സ് വേണം. അപ്പൊ നമ്മളിവിടെ ലൂസായിട്ട് ഓട്സ്, റോൾഡ് ഓട്സ് കുറെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാനും അതുപോലെ തന്നെ പല പല ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാനൊക്കെ എടുക്കുന്ന പിന്നെ ഫേസ് പാക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ മുഴുവനായിട്ടുള്ള ഓട്സ് ആണ് റോൾഡ് ഓട്സ്. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇവിടെ 2 ടീസ്പൂൺ ആണ് വലിയ സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ ക്രീം പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ 2 ഇൻഗ്രീഡിയൻസ്. അതായത് ഒരു 8 സോക്ക്ഡ് ആൽമണ്ട്സും അതുപോലെ തന്നെ ഓട്സും. അപ്പൊ ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഈ 2 ഇൻഗ്രീഡിയന്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് റോസ് വാട്ടർ, നിങ്ങൾ ഏറ്റവും നല്ല പ്യൂർ ആയിട്ടുള്ള റോസ് വാട്ടർ ആണെങ്കിൽ അത് എടുക്കാം. ഇല്ലെങ്കിൽ നോർമൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കാം. ജസ്റ്റ് ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് എടുത്തിട്ട് നല്ല തുണി ഇത് നന്നായിട്ട് അരയ്ക്കുക. നല്ല ഫൈനായിട്ട് അരയ്ക്കണം. ഫൈനായിട്ട് അരച്ചില്ലെങ്കിൽ ഇതിൽ നല്ലോണം തരി വരും. അപ്പൊ നമുക്കൊരു ക്രീമിന്റെ ബേസ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ലോണം അരച്ച് നല്ല വെണ്ണ പോലെ അരച്ചിട്ട് നമ്മളിതൊരു തുണിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പൊ നമുക്കിവിടെ നമ്മൾ കുറെ അധികം വെള്ളം ചേർക്കാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ എക്സ്ട്രാക്റ്റ് ഒരു 2.5 സ്പൂണ് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു മിക്സ്. പിന്നെ റോൾഡ് ഓട്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പർ വാട്സപ്പ് ചെയ്താൽ നമ്മുടെ നില സർവീസിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ നില സർവീസിന്റെ അലോവേര ജെല്ല് ഒരു വലിയ സ്പൂൺ നമ്മൾ എടുത്തിരിക്കുക. അതായത് ഓട്സ് എടുത്ത അതേ സ്പൂണിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്രീം കേട്ടോ. ഇത് നല്ല അടിപൊളി ക്രീമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ പറയുന്നതല്ല, നല്ല മോയ്സ്ചറൈസിങ് ആണ്, നല്ല നൈറ്റ് ക്രീമാണ്. നമ്മുടെ നെക്കിലും ഫേസിലൊക്കെ ചുളിവുകളൊക്കെ നല്ല രീതിക്ക് തന്നെ മാറുകയും അതുപോലെ നല്ല ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. സ്കിന്നിന്റെ ബാരിയർ ഈ വൈറ്റനിങ് ക്രീം ഒക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നാശമായിട്ടുണ്ടെങ്കിൽ, പീലായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ വീണ്ടും ബാക്ക് ടു നോർമലിലെ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് മാതിരി നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമാതി തൈലൊക്കെ നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഗ്ലിസറിൻ നിങ്ങൾക്ക് നല്ല സ്യൂട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വിറ്റമിൻ ഇ ഓയിലിന്റെ ആവശ്യമില്ല. കാരണം ഈ എന്താ പറയാ ആൽമണ്ട് അത്രയും നല്ല വിറ്റമിൻ റിച്ച് ആണ് ഈ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഒന്നും ചെയ്യണില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് കുങ്കുമപ്പൂവിന്റെ ഒരു പൂവാണെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ബെനിഫിറ്റുകൾ കൂടുതലുള്ളത് തന്നെയാണ്. പക്ഷെ ഞാനിവിടെ വേറെ ഒന്നും ചേർക്കണില്ല. ജസ്റ്റ് ഇത് മാത്രമായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് ക്രീം എടുത്ത് അതിന്റെ ടെക്സ്ചർ കാണിച്ചു തരാം. അതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അതിന്റെ ടെക്സ്ചർ സ്പൂണിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ലോണം മോയ്സ്ചറൈസ് ആവും. അതുപോലെ തന്നെ നല്ല ഹൈഡ്രേഷൻ കിട്ടും.
ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അപ്ലൈ ചെയ്ത മാതിരി ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെണ്ണ പോലെ അരയണം, അല്ലെങ്കിൽ നമ്മൾ എടുത്താലും ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. അപ്പൊ ഇതുപോലെ ജാറിലാക്കി അപ്പൊ സൂക്ഷിക്കാം. നമ്മുടെ ക്രീം ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം 10 days നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അത് കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് മാറുന്നുള്ളതാണ്, ഉറപ്പായിട്ടും മാറും. കാരണം ഇതിൽ നമ്മൾ ഓട്സും അതുപോലെ തന്നെ സോക്ക്ഡ് ആൽമണ്ട്സും ആണ് ചേർത്തിട്ടുള്ളത്. ഇത് രണ്ടും നമുക്കറിയാം എത്ര ദിവസം പുറത്തിരിക്കുന്നുള്ളത് നനഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സ്മെല്ല് വരും. അതുകൊണ്ട് തന്നെ 10 days ഇത് യാതൊരു കുഴപ്പമില്ലാണ്ട് ഫ്രിഡ്ജിലിരിക്കും. ഞാൻ നോക്കി പരീക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പൊ 10 daysനുള്ളത് പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ബാക്കി എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായി എന്നൊക്കെ ഉണ്ടെങ്കിൽ കൈമയും കാലുമയും ഒക്കെ നമുക്ക് രാത്രിക്ക് എടുക്കുമ്പോൾ തേക്കണോണ്ട് ഒരു കുഴപ്പമില്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല ഹൈഡ്രേഷനും മോയ്സ്ചറൈസിങ് ഒക്കെ കിട്ടണതാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കുറച്ച് കൂടുതലായി പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക 10 days നമുക്ക് കേടാവില്ലെന്ന് ഓർത്തിട്ട് പേടിക്കണ്ട. അപ്പൊ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ഇടുന്നതിനൊപ്പം നെക്ക് മസ്റ്റ് ആയിട്ട് ഇടണം. കാരണം റിങ്കിൾസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തോന്നിക്കാൻ നെക്കിലാണ്. അപ്പൊ അതൊക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ കുറച്ചുണ്ടെങ്കിൽ കൈമയും കാലുമയും ഒക്കെ തേക്കാം, യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ഈ അൺഡ്രാംസ് അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫുൾ എന്താ പറയുക ഓവറോൾ ഒരു എന്താ പറയുക ഓൾ ഇൻ ഓൾ ക്രീമാണ്, ഓൾ ഇൻ വൺ ക്രീമാണ്. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ല ഒരു തിക്ക് ക്രീമായിട്ട് ഇരിക്കണം കേട്ടോ, അതാ കണ്ടില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്ക് പിന്നെ ഇതിൽ നമ്മുടെ ആ ഒരു എനിക്കിപ്പോൾ ഉള്ളത് നമ്മുടെ നിലാസെറപ്സിൻ്റെ അലോവേരയും അതുപോലെ തന്നെ ആ ഒരു ആൽമണ്ട്സിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണുള്ളത്. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ എക്സ്ട്രാ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, കാരണം ഇത് ഫേസിൽ എന്താണ് ശ്രദ്ധിക്കണം, സ്മെല്ലിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പം ഞാൻ നമ്മുടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ പറഞ്ഞ മാതിരി 10 ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. 10 ദിവസം നമുക്കിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാം. എപ്പോഴും ബെസ്റ്റ് ആയിട്ട് നമുക്ക് രാത്രി അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ആ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി എന്തായാലും ചെയ്യാം, പകൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് നെക്കിലും നമ്മുടെ നെക്കിലെ ചുളിവിനൊക്കെ നല്ലതാട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ മാതിരി സ്വല്പം കൂടുതലായി പ്രിപ്പയർ ചെയ്തെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈമയും കാലുമയും ഒക്കെ തേച്ച് കൊടുക്കാം. നല്ല ചുളിവൊക്കെ മാറി നല്ല സ്കിന്നിനെ നല്ല യൂത്ത്ഫുൾ ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നല്ലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഒരു ഭാഗത്ത് മാത്രം ഇട്ടിട്ട് കണ്ടില്ലേ. ഇനി ഞാനിത് ഉണങ്ങിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ. ഉണങ്ങിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. അതേ നമ്മളെല്ലാവിടെയും തേച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ക്രീം ഇടുന്ന മാതിരി തന്നെ ഇപ്പൊ ഇത് ഏകദേശം ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. നല്ല രീതിക്ക് തന്നെ നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഭയങ്കര ഹൈഡ്രേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ഇപ്പം നമ്മൾ ഇട്ടിട്ടല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഇത് ഡ്രൈ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്, സ്കിന്നിൽ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഉണങ്ങിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. 10 minute ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇട്ടതായിട്ട് ഇല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, സ്കിന്ന് നല്ലോണം അങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഒരു പ്ലംഡ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ടിരിക്കണം മാതിരി. അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ, അതായത് ഇങ്ങനെ ഒട്ടണ മാതിരി അല്ല കേട്ടോ. അതായത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ അല്ല, അലോവേര ബേസ് ചേർത്തോണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ഇത് ഫേസിലെ പിമ്പിൾ മാർക്സിന് ഭയങ്കരമായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പിഗ്മെന്റേഷൻ ഡൾനെസ് ഒക്കെ ഇത്തിരി നല്ലതാണ്. ഫേസ് നല്ല ഗ്ലോയിങ് ആവും. ആ ഓട്സിൻ്റെ മിൽക്കും അതുപോലെ ബദാമിൻ്റെ ആ ഒരു മിൽക്കൊക്കെ ഭയങ്കര നല്ല ഇഫക്റ്റീവാണ് സ്കിന്നിന് ബ്രൈറ്റനിങ്ങിനും ഗ്ലോയിങ്ങിനും ക്ലിയർ ആവാനും നമ്മുടെ ടെക്സ്ചർ സ്കിന്നിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇൻഗ്രീഡിയൻസ് ഒക്കെ നാച്ചുറൽ ആണെങ്കിലും നിങ്ങളിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്നുള്ളത് നോക്കണം. ജസ്റ്റ് നമ്മൾ വളരെ കുറച്ചൊക്കെ എമൗണ്ട് റെഡിയാക്കിയിട്ട് ജസ്റ്റ് നമ്മൾ അടുപ്പിച്ച് കുറച്ച് ദിവസം ഈ ചീക്സിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് ഇട്ട് നോക്കി പാച്ച് ടെസ്റ്റ് ചെയ്യണം. പിന്നത്തെ കാര്യം ഒരെണ്ണം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ആൽമണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആൽമണ്ട് നമ്മളിങ്ങനെ അരച്ച് പിഴിഞ്ഞെടുക്കില്ല ഓട്സൊക്കെ. അപ്പം നല്ല ഫൈനായിട്ട് അരയണം, ഇല്ലെങ്കിൽ ഇങ്ങനെ തരിതരിയായിട്ടിരിക്കും. ക്രീം ഇങ്ങനെ ഫേസിലിടുമ്പോൾ ഇങ്ങനെ ഒരു തരിതരിപ്പ് പോലെ നല്ലോണം ഫൈനായിട്ട് അരയുക. അതിൽ റോസ് വാട്ടർ നന്നായിട്ട് ചേർക്കുക, അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ കുറേ ലൂസ് ആവരുത് കേട്ടോ. അപ്പോൾ ക്രീമാക്കാൻ ഭയങ്കര പാടാവും. പിന്നെ എക്സ്ട്രാക്റ്റൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മിക്സായി അങ്ങനെ ഡൈല്യൂട്ടായി പോകും. അപ്പോൾ അത് അത്ര നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ആ ഒരു നോക്കി പാകത്തിന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ റോസ് വാട്ടർ ഇടുക. നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, അരിപ്പയിലല്ല തുണിയിൽ തന്നെ അരിക്കണം. അരിച്ച് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊടിയായിട്ട് പോവും. അത് തരിതരിപ്പ് ഉണ്ടാവും. അത് നമ്മൾ അരച്ചതിലോ നമ്മൾ പിഴിയണതിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി മുന്നേ ചെയ്ത അനുഭവം കൊണ്ടാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.
ലവ് യു ഓൾ.